ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ വൺ പീസിൻ്റെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു സംശയമായിരിക്കും, നമ്മുടെ കീസൊരു കായിഡുവിനെക്കാട്ടാ പവർഫുൾ ആണോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ചെയ്യാൻ വളരെയധികം മോട്ടിവേഷൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 25 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അതുപോലെ തന്നെ ആനിമയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഫോളോയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അതിൽ ജോയിനും കൂടി ഒന്ന് ചെയ്തേക്ക്. അത് ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലൂഫി വേഴ്സസ് കീസറുവിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ലൂഫിയുടെ ഒരു അറ്റാക്ക് പോലും നമ്മുടെ കീസറുടെ ദേഹത്ത് കൊള്ളുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗിയർ 4ൻ്റെ സ്നേക്ക് മാൻ ലൂഫിയുടെ പവർഫുൾ ആയിട്ടുള്ള ഫോമാണ്. ഈ ഫോം വെച്ച് തന്നെ നമ്മുടെ കായിഡുമായിട്ട് ലൂഫി നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കീസറുവിൻ്റെ കൂടി നമ്മുടെ ലൂഫിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് പലരും ചിന്തിക്കുന്നത് നമ്മുടെ കീസരു നമ്മുടെ കായിഡുവിനെക്കാട്ടും പവർഫുൾ ആണോ എന്ന്. പക്ഷേ എങ്കിൽ അങ്ങനെയാകാൻ ഒരു ചാൻസും ഇല്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഓടെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ കായിഡോന് ഒരു 1v1 കായിഡോനെ ആർക്കും ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർപ്പിക്കാൻ നമ്മുടെ കായിഡോനെയാണ് സ്ട്രോങ് എന്ന്. അത് മാത്രമല്ല, നമ്മുടെ ലൂഫിയുടെ കീസറുടെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കീസറുടെ ഡെവിൽ ഫ്രൂട്ട് എന്താണ്? ലൈറ്റ് ഫ്രൂട്ട്. ഈ ലൈറ്റിൻ്റെ അത്രയും വേഗതയിൽ നമ്മുടെ കീസറിന് സഞ്ചരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ കീസറിന് വേണമെങ്കിൽ നല്ല രീതിക്കുള്ള ഒബ്സർവേഷൻ ആക്കി ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലൂഫിയുടെ ഓരോ അറ്റാക്കും നമ്മുടെ കീസറിന് ഡോച്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു നല്ല രീതിക്കുള്ള ഒബ്സർവേഷൻ ആക്കി യൂസറും അതുപോലെ തന്നെ കീസറുടെ ഡെവിൽ ഫ്രൂട്ടും. നമ്മുടെ കാറ്റഗറിക്ക് നമ്മുടെ കീസറുടെ ഡെവിൽ ഫ്രൂട്ടാണ് ഉള്ളതെങ്കിൽ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്പീഡും നിങ്ങളൊന്ന് ആലോചിച്ച് കാറ്റഗറീനെ വേറെ ആർക്കും തൊടുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സംഭവമാണ് നമ്മളെ കീസറുടെ കാര്യത്തിലും കണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ കാറ്റഗറീനെ പോലെ അതുപോലെ തന്നെ ഷാങ്സിനെ പോലെയൊക്കെ നമ്മുടെ കീസറിനും ഫ്യൂച്ചർ സൈറ്റ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ഗിയർ 5 ലൂഫി യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ കീസറിനെ നമ്മുടെ ലൂഫി ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മുടെ കീസറുവിന് നമ്മുടെ ലൂഫി ഏത് ഭാഗത്തോടെയാണ് വരുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കീസറുവിന് ഫ്യൂച്ചർ സൈറ്റ് ഒന്നും കാണാൻ പറ്റില്ലെന്ന് നമുക്ക് അതിലൂടെ ഉറപ്പിക്കാം. പിന്നെ നമ്മുടെ കീസറു ഡോ ചെയ്യാനുള്ള കാരണവും ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡും നല്ല രീതിക്കുള്ള ഒബ്സർവേഷൻ ആക്കി, ഇത് രണ്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് കീസറുവിന് നമ്മുടെ ലൂഫിയുടെ അറ്റാക്സ് ഡോ ചെയ്യാൻ പറ്റിയത്. അത് മാത്രമല്ല, ഈ അറ്റാക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ കീസറുവിന് കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ലൂഫി ചെയ്ത എല്ലാ അറ്റാക്സും നമ്മുടെ കീസറുവിന് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കായിഡോന് പറ്റിയതിനേക്കാളും കൂടുതൽ ഇഞ്ചുറി നമ്മുടെ ഗിയർ 4 ഫോം തന്നെ നമ്മുടെ ലൂഫിക്ക് കീസറിന് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കീസരു ഒരിക്കലും കായിഡോനെക്കാട്ടും പവർഫുൾ അല്ല, എന്നാൽ നമ്മുടെ കീസരു കായിഡോനെക്കാട്ടും സ്പീഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കീസറിന് നമ്മുടെ ലൂഫിയുടെ അറ്റാക്സ് ഡോച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ സംശയം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ എന്തെങ്കിലും വൺ പീസ് റിലേറ്റഡോ അല്ലെങ്കിൽ മറ്റ് ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ ഏത് ആനിമേനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനും മറക്കണം. എന്നാൽ മറ്റൊരു കാണുന്നവർ ബൈ ബൈ.